ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യാൺ എടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയിൻ സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യുന്നത് പഠിച്ചു അല്ലേ. അപ്പോൾ ആ സെയിം ചെയിൻ സ്റ്റിച്ചസ് നമുക്ക് ചെയ്യാം, ബിക്കോസ് അതാണ് നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റിച്ചസ്. ഓക്കെ, അപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ലൈക്ക് ട്രിപ്പിൾ ക്രോഷേ അതെല്ലാം ഇനി പഠിക്കണമെങ്കിൽ ഈ ഫൗണ്ടേഷൻ ചെയിനാണ് ഫസ്റ്റ് ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ 1 2 3 11 12 13 14 15. അപ്പോൾ ഞാനിപ്പോൾ 15 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷേ ചെയ്യണമെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഇതിലെ, അതായത് ഈ ഒരു സ്പേസിലേക്ക്, അതായത് ഇത്രയും ചെയിൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഈ ഫസ്റ്റ് ഹോളിലേക്ക് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം. ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡ് യാൺ ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ രണ്ട് ഇത് കിട്ടും. എന്നിട്ട് എഗെയിൻ യാൺ ഓവർ ചെയ്തിട്ട് ഈ രണ്ട് സ്റ്റിച്ചസിൻ്റെ പുറത്തേക്ക് കൂടി എടുക്കാം. അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ ക്രോഷേ. ഓക്കെ, അപ്പോൾ അടുത്തതിലേക്ക് സെയിം ഇതുപോലെ ഈ സ്പേസിലേക്ക് എഗെയിൻ നമ്മൾ ഇതിടുന്നു, യാൺ ഓവർ ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു, എഗെയിൻ യാൺ ഓവർ ചെയ്യുന്നു, ഈ രണ്ടെണ്ണത്തിന് പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, ഇത് സെക്കൻഡ് സിംഗിൾ ക്രോഷേ. ഓക്കെ, ഒന്നും കൂടെ പറയാം. ലൈക്ക് നെക്സ്റ്റ് സ്പേസിലേക്ക് ഇടുന്നു, യാൺ ഓവർ ചെയ്യുന്നു, പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ഇതുപോലെ കിട്ടുന്നു. എഗെയിൻ യാൺ ഓവർ ചെയ്തിട്ട് ഈ രണ്ട് സ്റ്റിച്ചസിൻ്റെ ഔട്ട് സൈഡ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ തേർഡ്. അപ്പോൾ എഗെയിൻ എടുക്കുന്നു, എഗെയിൻ രണ്ടെണ്ണം കിട്ടുന്നു, യാൺ ഓവർ ചെയ്യുന്നു, ഔട്ട് സൈഡ് എടുക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ അറ്റ് ദ എൻഡ് വരെ നമ്മൾ ചെയ്യും. അപ്പോൾ കണ്ടോ, ഇതുപോലെ കിട്ടുന്നില്ലേ, ഇതാണ് നമ്മളുടെ സിംഗിൾ ക്രോഷേ. ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനം വരെ ചെയ്യാം. പിന്നെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ത്രെഡാണ്. അപ്പോൾ ഞാനിപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ലൈക്ക് ത്രെഡ് വിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുഴുവനായിട്ട് യാൺ ഓവർ ചെയ്തിട്ട് വേണം പുറത്തേക്ക് എടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ സ്പേസ് ഉണ്ടോ, ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട്, അപ്പോൾ നെക്സ്റ്റ് ഈ സ്പേസ്, പിന്നെ നെക്സ്റ്റ് ഈ സ്പേസ് അങ്ങനെ വേണം ഇടാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിലിട്ടിട്ട് പിന്നെ ഇട്ടതിൽ തന്നെ ഇട്ട സെയിം ഇതിൽ തന്നെ രണ്ട് സിംഗിൾ ക്രോഷേ ആയിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് ബൈ മിസ്റ്റേക്കിൽ ഇങ്ങനെയൊക്കെ തിരിഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ താഴത്തെ ഇത് തെറ്റിപ്പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പ്രോപ്പർലി സ്ട്രേറ്റ് പിടിച്ചിട്ട് വേണം ഓരോ ഹോളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ എടുക്കുക, യാൺ ഓവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ലാസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാൻ അറിയിക്കുന്നത്. ഇതുപോലത്തെ ട്യൂട്ടോറിയൽ വീഡിയോസ് ഇനി വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.